ഈ വീഡിയോയിൽ ചൈൽഡ് പോണോഗ്രഫി, റേപ്പ്, കാനിബലിസം, മർഡർ തുടങ്ങി സെൻസിറ്റീവായ ഒരുപാട് വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങളെ മാനസികമായി ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാതിരിക്കുക. ഡിസംബർ 29, 2006 യു.പിയിലെ നിഠാരി എന്ന ഗ്രാമത്തോട് ചേർന്ന് കിടക്കുന്ന സെക്ടർ 31 പ്രദേശത്ത് ധനികനായ ബിസിനസ്മാൻ മോനീന്ദർ സിംഗ് പന്തേറിന്റെ വീട്ടിൽ പോലീസും ജനങ്ങളും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. 8ഓളം ചെറിയ കുട്ടികളുടെ തലയൊട്ടികളാണ് പന്തേറിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കുഴിച്ചെടുത്തത്. തുടർന്ന് തൊട്ടടുത്തുള്ള ഡ്രെയിനേജിൽ നടത്തിയ അന്വേഷണത്തിൽ വീണ്ടും കുട്ടികളുടെ ശരീരഭാഗങ്ങൾ പോലീസ് കണ്ടെത്തി. രാജ്യത്തെ മൊത്തത്തിൽ വിറപ്പിച്ച നിഠാരി കൊലപാതകങ്ങളെക്കുറിച്ച് ലോകമറിയുന്നത് അന്നാണ്. 19ലധികം കുട്ടികൾ ഇരകളായി എന്ന് സംശയിക്കുന്ന സീരിയൽ കില്ലിങ്സ്, പീഡോഫീലിയ, കാനിബലിസം, ഓർഗൻ ട്രേഡിംഗ് എന്നിങ്ങനെ ചുരുളഴിയാത്ത അനവധി രഹസ്യങ്ങൾ. ഇതിനെല്ലാം ഉപരി ഇന്ത്യയിലെ നിയമസംരക്ഷകരുടെ അഴിമതി തുറന്നു കാണിക്കുന്ന ഒരു ഇൻസിഡന്റ്. പരിശോധിക്കാം നമുക്ക് നിഠാരി കില്ലിങ്സിന്റെ സത്യാവസ്ഥ. യു.പിയിലെ ഗൗതം ബുദ്ധ് നഗർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയാണ് സെക്ടർ 31. ഇന്ത്യയിലെ ഒട്ടുമിക്ക സിറ്റികളിലും ഉള്ള പോലെ സമ്പന്നർ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയാസും അതിനോട് ചേർന്ന് ദരിദ്രർ താമസിക്കുന്ന ചേരികളും നോയിഡ സെക്ടർ 31ലുമുണ്ട്. നിഠാരി വില്ലേജിനോട് ചേർന്ന് കിടക്കുന്ന ചേരികളിൽ നിന്ന് 2004 മുതൽ പല കുട്ടികളും മിസ്സിംഗ് ആവുന്നതായി പാരന്റ്സ് പോലീസിനോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ പ്രിവിലേജുകളൊന്നുമില്ലാത്ത ഈ പാവങ്ങളുടെ പരാതികൾ പോലീസ് മുഖവരക്കെടുത്തിരുന്നില്ല. നിങ്ങളുടെ മകൾ വീട് വിട്ടുപോയതാകും, ഒളിച്ചോടിയതാകും എന്നൊക്കെ പറഞ്ഞ് FIR പോലും രജിസ്റ്റർ ചെയ്യാതെ പോലീസ് ഇവരെ തിരിച്ചയക്കുമായിരുന്നു. ഇങ്ങനെ കുട്ടികളെ കാണാതാകുന്നതും രക്ഷിതാക്കളുടെ പരാതികളും പോലീസിന്റെ നിസ്സംഗതയും തുടർന്നുകൊണ്ടേയിരുന്നു. 2004 തന്നെ സെക്ടർ 31ലെ D5 എന്ന് പറയുന്ന ഒരു ബംഗ്ലാവ് മോനീന്ദർ സിംഗ് പന്തേർ എന്ന ധനികനായ ബിസിനസ്മാൻ വിലയ്ക്ക് വാങ്ങുന്നുണ്ട്. അച്ഛൻ തുടങ്ങിവെച്ച വലിയൊരു ട്രാൻസ്പോർട്ട് ബേസ്ഡ് ബിസിനസ് നടത്തി വരികയായിരുന്നു മോനീന്ദർ സിംഗ് എന്ന പഞ്ചാബി ബിസിനസ്മാൻ. ജൂലൈ 2004 ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് സുരേന്ദ്ര കോഹ്ലി എന്ന യുവാവിനെ പന്തേർ സെർവന്റായി നിയമിക്കുന്നുണ്ട്. പന്തേർ പല ആവശ്യങ്ങൾക്കായി ഇന്ത്യക്ക് അകത്തും പുറത്തും സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ മാത്രമേ പന്തേർ D5ൽ താമസിക്കാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ കോഹ്ലി ഉൾപ്പെടെയുള്ള 6 സെർവൻസ് കൂടിയാണ് ആ വീട് നോക്കിയിരുന്നത്. D5 ബംഗ്ലാവിന് പുറകിലായി ഒരു വലിയ വാട്ടർ ടാങ്ക് ഉണ്ട്. ഇതിന്റെ അടുത്ത് വെച്ചാണ് പലപ്പോഴും കുട്ടികളെ കാണാതായിരുന്നത്. ഈ ടാങ്കിനകത്ത് കുട്ടികളെ പിടിക്കുന്ന ഒരു പ്രേതമുണ്ടെന്ന അന്ധവിശ്വാസം വരെ ആ ഗ്രാമത്തിൽ പടർന്നിരുന്നു. മാർച്ച് 2005 ചേരിയിൽ ക്രിക്കറ്റ് കളിച്ചിരുന്ന കുട്ടികൾ ഗ്രൗണ്ടിനോട് ചേർന്ന് ഒരു കൈപ്പത്തിയുടെ അസ്ഥികൂടം കണ്ടെത്തുന്നു. D5, D6 അപ്പാർട്ട്മെന്റിന്റെ ഇടയിലുള്ള ഒരു ചെറിയ സ്ഥലത്താണ് ഇവർ ഈ കൈപ്പത്തി കണ്ടെത്തുന്നത്. വിവരമറിഞ്ഞ് ഇവിടെ എത്തിയ പോലീസ് വളരെ ലാഘവത്തോടെ ആ കൈപ്പത്തി മണ്ണിട്ട് മൂടി എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറയുന്നു. ഈ കൈപ്പത്തി കാണാതായ അനവധി കുട്ടികളിൽ ഒരാളുടെ കൈപ്പത്തിയാകാൻ സാധ്യതയില്ലേ എന്ന് നാട്ടുകാർ ചോദിച്ചിട്ടും UP പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാനോ അന്വേഷിക്കാനോ തയ്യാറാകുന്നില്ല. ജൂൺ 2005 ആയപ്പോഴേക്കും വീണ്ടും 7 കുട്ടികൾ കൂടി ഈ ഏരിയയിൽ നിന്ന് കാണാതാവുകയാണ്. കാണാതായ കുട്ടികളിൽ ഭൂരിഭാഗം പേരും 10 വയസ്സിനും 16 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളായിരുന്നു. ഇടയ്ക്ക് സമപ്രായക്കാരായ ചില ആൺകുട്ടികളെയും കാണാതായിരുന്നു. ചില രക്ഷിതാക്കൾക്ക് മോനീന്ദർ സിംഗ് പന്തേറിനെയും സെർവന്റായ സുരേന്ദ്ര കോഹ്ലിയെയും സംശയമുണ്ടായിരുന്നുവെങ്കിലും കേസ് കൊടുത്താലും പോലീസ് ഒന്നും ചെയ്യില്ല എന്നറിയുന്നതുകൊണ്ട് പലപ്പോഴും അവർ നിസ്സഹായരായി നിന്നു. അങ്ങനെ മെയ് 2006 നന്ദലാൽ എന്നൊരു വ്യക്തിയുടെ മകളായ പായൽ എന്ന് പറയുന്ന യുവതിയെ D5 ബംഗ്ലാവിന്റെ അടുത്ത് വെച്ച് കാണാതാവുകയാണ്. പായൽ പന്തേറിന്റെ സെക്രട്ടറിയായി ജോലി ചെയ്യുകയായിരുന്നു എന്നും പന്തേറിനെ കാണാനാണ് അവസാനമായി D5 ബംഗ്ലാവിലേക്ക് പായൽ പോയതെന്നും നന്ദലാൽ പോലീസിനോട് പറയുന്നുണ്ട്. ഒരു അഡൾട്ട് മിസ്സിംഗ് കേസ് ആയിട്ട് കൂടി പോലീസ് അവരുടെ സ്ഥിരം അനാസ്ഥ ഇവിടെയും കാണിക്കുകയാണ്. അവസാനം ഗതികെട്ട നന്ദലാൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അടുത്ത് സഹായം തേടുകയാണ്. ഈ മജിസ്ട്രേറ്റിന്റെ ഓർഡർ പ്രകാരം UP പോലീസ് പായൽ മിസ്സിംഗ് കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നു. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യം പായൽ ഉപയോഗിച്ചിരുന്ന സിം കാർഡ് ഡീറ്റെയിൽസ് പോലീസ് അന്വേഷിക്കുകയാണ്. പായൽ അവസാനമായി കോൺടാക്ട് ചെയ്തത് പന്തേറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സിമ്മിലേക്കാണെന്ന് പോലീസ് കണ്ടെത്തുന്നുണ്ട്. ഈ സിം കാർഡ് നിലവിൽ കോഹ്ലി എന്ന പന്തേറിന്റെ സെർവന്റ് ആണ് ഉപയോഗിച്ചിരുന്നത്. നോയിഡ SSPയുടെ ഓർഡർ പ്രകാരം UP പോലീസ് ചോദ്യം ചെയ്യാനായി ഓഗസ്റ്റ് 2006 കോഹ്ലിയെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ മോനീന്ദർ സിംഗ് പന്തേർ കോഹ്ലിയെ ജാമ്യത്തിൽ ഇറക്കി തിരിച്ചു കൊണ്ടുപോകുന്നു. ഇതിനുശേഷം D5 ബംഗ്ലാവിൽ നിന്ന് ലീവ് എടുത്ത് കോഹ്ലി തന്റെ ഗ്രാമത്തിലേക്കും പന്തേർ ചണ്ഡീഗറിലേക്കും തിരിച്ചു പോവുകയാണ്. ഈ സംഭവവികാസങ്ങളെല്ലാം രക്ഷിതാക്കളുടെ മനസ്സിൽ D5 ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ കൂടുതൽ ശക്തമാക്കി. മുമ്പ് കുട്ടികളെ കാണാതായ രക്ഷിതാക്കളിൽ ചിലർ 2006 നവംബറിൽ സ്വമേധയാ D5നെ ചുറ്റിപ്പറ്റിയുള്ള ഡ്രെയിനേജുകളെ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താൻ ആരംഭിക്കുകയാണ്. ഈ തിരച്ചിലിൽ പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ രീതിയിൽ വീണ്ടും ഇവർക്ക് ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കുകയാണ്.
ഈ ഒരു കണ്ടെത്തലിന് ശേഷം കൂടുതൽ സമ്മർദ്ദത്തിലായ പോലീസ് ഉടൻ തന്നെ പന്തേറിനെയും കോഹ്ലിയെയും അറസ്റ്റ് ചെയ്യാൻ നീക്കങ്ങൾ നടത്തുകയാണ്. ഡിസംബർ 29, 2006 രാവിലെ ഏകദേശം 8 മണിക്ക് പോലീസ് ആദ്യം സുരേന്ദ്ര കോഹ്ലിയെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. കോഹ്ലിയെ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ കോഹ്ലി പറഞ്ഞ വെളിപ്പെടുത്തലുകൾ പോലീസിനെ ഞെട്ടിക്കുന്നതായിരുന്നു. പായൽ എന്ന കാണാതായ യുവതിയെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ ആദ്യത്തെ ചോദ്യങ്ങൾ. നന്ദലാൽ പറഞ്ഞു കൊടുത്ത പോലെ പായൽ പന്തേറിന്റെ സെക്രട്ടറി ആയിരുന്നില്ല എന്നാണ് ആദ്യം കോഹ്ലി പറയുന്നത്. പായൽ ഒരു കോൾഗേൾ ആയിരുന്നു. സ്വന്തം മകളെ കോൾഗേളാക്കി വിൽക്കുന്ന ഒരു പിമ്പായിരുന്നു അച്ഛനായ നന്ദലാൽ. മോനീന്ദർ സിംഗ് പന്തേറിന്റെ സ്ഥിരം കസ്റ്റമറിൽ ഒരാൾ കൂടിയായിരുന്നു പായൽ. പന്തേർ ആർഭാടങ്ങളിലും ലഹരികളിലും മുങ്ങിത്താഴ്ന്ന് ജീവിച്ചിരുന്ന ഒരു ബിസിനസ്മാൻ ആയിരുന്നു. D5 ബംഗ്ലാവിൽ അയാൾ വരുന്ന ദിവസങ്ങളിൽ ഒട്ടുമിക്ക രാത്രികളിലും കോൾ ഗേൾസ് വരാറുണ്ട്. പന്തേർ കോൾ ഗേൾസുമായി ലൈംഗിക പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് സുരേന്ദർ കോഹ്ലി പലപ്പോഴും ഒളിഞ്ഞു നിന്ന് കാണുമായിരുന്നു. ഇത് അയാളുടെ ഉള്ളിൽ അതിയായ ലൈംഗികാസക്തി ഉണർത്തുമായിരുന്നു. ഒരു ദിവസം മോനീന്ദർ സിംഗ് പന്തേർ ഇല്ലാത്ത ദിവസം നോക്കി പന്തേറിന് വേണ്ടിയാണ് എന്ന പേരിൽ കോഹ്ലി പായലിനെ D5ലേക്ക് വിളിക്കുകയാണ്. ഇവിടെ വെച്ച് തന്റെ ലൈംഗിക ആവശ്യം കോഹ്ലി പായലിനെ അറിയിക്കുന്നു. കോഹ്ലി നൽകാൻ പോകുന്ന തുച്ഛമായ പൈസയെ പുച്ഛിച്ചു തള്ളി പായൽ സെർവന്റായ കോഹ്ലി ഒരുപാട് അധിക്ഷേപിക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നിയന്ത്രണം വിട്ട കോഹ്ലി പായലിന്റെ ദുപ്പട്ട കൊണ്ട് അവളെ കഴുത്തു ഞെരിച്ചു കൊല്ലുകയാണ്. കൊലപ്പെടുത്തിയ ശേഷം മുകളിലെ സെർവൻസിന്റെ റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോയി ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടാൻ ശ്രമിച്ച് അവസാനം ശരീരം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റി ഡ്രെയിനേജിലേക്ക് വലിച്ചെറിയുകയാണ്. ചില ശരീരഭാഗങ്ങൾ പാകം ചെയ്ത് താൻ ഭക്ഷിക്കാറുണ്ടെന്നും കോഹ്ലി ആ കൺഫെഷനിൽ പറയുന്നുണ്ട്. മുമ്പ് കാണാതായ കുട്ടികളടക്കം 16 പേരെയും താൻ ഇതേപോലെ തന്നെയാണ് കൊന്നതെന്നും കോഹ്ലി പറയുന്നു. ഇവരുടെ എല്ലാം തലയോട്ടി പോലുള്ള ചില ഭാഗങ്ങൾ D5യോട് ചേർന്ന് കിടക്കുന്ന ഒരു ഓപ്പൺ ഏരിയയിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നും കോഹ്ലി വെളിപ്പെടുത്തുന്നു. മാസം 2500 രൂപയ്ക്ക് ജോലി ചെയ്തിരുന്ന കോഹ്ലിക്ക് ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു കുറ്റകൃത്യം നടത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് പന്തേറിന്റെ റോള് കൂടി ഇതിൽ പരിശോധിക്കുകയാണ്. അതേ ദിവസം രാവിലെ 11 മണിക്ക് D5യിൽ നിന്ന് പോലീസ് മോനീന്ദർ സിംഗ് പന്തേറിനെയും അറസ്റ്റിലാക്കുന്നുണ്ട്. കോഹ്ലി പറഞ്ഞ സ്ഥലം പോലീസ് കുഴിച്ചു പരിശോധിച്ചപ്പോൾ 8 കുട്ടികളുടെ തലയോട്ടികൾ ഇവിടുന്ന് ആദ്യം ലഭിച്ചു. തൊട്ടടുത്ത ഡ്രെയിനേജ് കൂടി നീക്കി പരിശോധിച്ചപ്പോൾ പ്ലാസ്റ്റിക് കവറുകളിലാക്കിയ തരത്തിൽ വീണ്ടും ഒരുപാട് ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കുന്നുണ്ട്. മോനീന്ദർ സിംഗ് പന്തേറും സുരേന്ദ്ര കോഹ്ലിയും 2 വർഷത്തിൽ ചേർന്ന് നടത്തിയ 16 കൊലപാതകങ്ങളുടെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. ആ ദിവസം D5 ബംഗ്ലാവിൽ നടത്തിയ റെയ്ഡിൽ പന്തേറിന്റെ ലാപ്ടോപ്പ് പോലീസ് സീസ് ചെയ്തിരുന്നു. അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ ഏർപ്പെട്ട സെക്ഷൽ ആക്ടിവിറ്റീസിന്റെ വീഡിയോസും ചൈൽഡ് പോണോഗ്രഫി കണ്ടന്റും ലാപ്ടോപ്പിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. അന്ന് മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് എത്തിയ കഥ ഇങ്ങനെയായിരുന്നു. പന്തേർ ഒരു പീഡോഫൈലാണ്. അയാൾക്ക് വേണ്ടി സുരേന്ദ്ര കോഹ്ലി കുട്ടികളെ തട്ടിയെടുത്ത് D5ലേക്ക് കൊണ്ടുവരും. ഈ കുട്ടികളെ പന്തേർ സെക്ഷലി അബ്യൂസ് ചെയ്ത ശേഷം കോഹ്ലി കൊന്നുകളയുന്നു. തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ കുഴിച്ചിടുകയും ഡ്രെയിനേജിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. ചില മാംസഭാഗങ്ങൾ ഭക്ഷിക്കുന്നു. ഈ കേസിനെ പറ്റി ജനങ്ങൾക്കൊരു ചിത്രം കിട്ടിയെങ്കിലും കോടതിക്ക് വേണ്ടത് കൂടുതൽ തെളിവുകളായിരുന്നു. അതുകൊണ്ട് തന്നെ കേസിന്റെ തീവ്രത പരിഗണിച്ച് CBI ഈ കേസ് ഏറ്റെടുക്കുകയാണ്. എന്നാൽ അധികം വൈകാതെ ഈ കേസിൽ വീണ്ടും ഒരു അപ്രതീക്ഷിത വഴിത്തിരിവ് സംഭവിക്കുകയാണ്. ജാനുവരി 11, 2007 CBI കസ്റ്റഡിയിലായിരുന്ന സുരേന്ദ്ര കോഹ്ലി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ തന്റെ ആദ്യത്തെ റെക്കോർഡഡ് കൺഫെഷൻ നടത്തുന്നത്. ഇതിൽ മോനീന്ദർ സിംഗ് പന്തേറിന് ഈ കൊലപാതകങ്ങളിൽ യാതൊരു പങ്കുമില്ലെന്നും എല്ലാം താൻ തനിയെ ചെയ്തതാണെന്നുമാണ് കോഹ്ലി മൊഴി നൽകുന്നത്. രജിസ്റ്റർ ചെയ്ത 16 കൊലപാതകങ്ങളിൽ ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് വള്ളി പുള്ളി തെറ്റാതെ സമയമടക്കം ഉൾപ്പെടുത്തി കോഹ്ലി പറയുന്നുണ്ട്. उसके बाद इसके साथ सेक्स करने का कोशिश किया और सेक्स करने का कोशिश किया। थोड़ी देर सेक्स करने की कोशिश करने के बाद उसके बाद जब सेक्स नहीं हो पाया मेरे से, मैंने गला दबा करके इसको मार दिया उसके सिर में. മോനീന്ദർ സിംഗ് പന്തേറും ഇതേ മൊഴി കൂട്ടുപിടിച്ച് താൻ നിരപരാധിയാണെന്ന് പറയുകയാണ്. ഇങ്ങനെ പലപ്പോഴായി കോഹ്ലിയുടെ മൊഴി കോടതിയിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഓരോ തവണയും ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഈ മൊഴികളിലെല്ലാം ഉണ്ടായിരുന്നു. കോടതിയിൽ താൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ശേഷം പുറത്തിറങ്ങി തീഹാർ ജയിലിലേക്ക് പോകുന്നതിനിടയിൽ കോഹ്ലി തന്നെ ഈ കേസിൽ കുടുക്കിയതാണെന്നും രക്ഷിക്കണമെന്നുമാണ് മീഡിയയോട് വിളിച്ചു പറയാറുള്ളത്. കേസിന് പുറകിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്നും പോലീസും CBI മോനീന്ദർ സിംഗ് പന്തേറിനെ രക്ഷിക്കാൻ കൂട്ടുനിന്നതാണെന്നും മീഡിയകൾ പറയുന്നു. 2009 പന്തേറിനെയും കോഹ്ലിയെയും ചേർത്ത് കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. സാഹചര്യ തെളിവുകളെല്ലാം പന്തേറിനെതിരാണെന്നും അയാളുടെ സഹായമില്ലാതെ 16 പേരെ കൊന്ന് തെളിവ് നശിപ്പിക്കാൻ കോഹ്ലിക്ക് സാധിക്കില്ലെന്നും കോടതി ഇതിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ വിധി അധികകാലം നിലനിന്നില്ല. സെപ്റ്റംബർ 2009 ആയപ്പോഴേക്കും പന്തേർ നൽകിയ പെറ്റീഷൻ പരിഗണിച്ച് തെളിവില്ലാത്ത അടിസ്ഥാനത്തിൽ അലഹബാദ് ഹൈക്കോടതി മോനീന്ദർ സിംഗ് പന്തേറിനെ കുറ്റവിമുക്തനാക്കി വിട്ടയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യത്തിനുള്ള വധശിക്ഷ കോഹ്ലിക്ക് മാത്രമായി നിലകൊള്ളുകയാണ്. കോഹ്ലിയുടെ മൊഴികളും കണ്ടെത്തിയ അസ്ഥികൂടങ്ങളും അല്ലാതെ പന്തേറിനെയും കോഹ്ലിയെയും കണക്ട് ചെയ്യുന്ന മറ്റു തെളിവുകൾ തുടക്കം മുതലേ കേസിൽ നിന്ന് മിസ്സിംഗ് ആണ്. പോലീസിന്റെ ആദ്യത്തെ സംശയം 6-ലധികം സെർവൻസ് ഉണ്ടായിരുന്ന D5യിൽ ഒരാൾ പോലും അറിയാതെ കോഹ്ലി എങ്ങനെ ഈ കൊലപാതകങ്ങൾ നടത്തി എന്നതാണ്. മറ്റ് സെർവൻസിൽ ഒരാൾ പോലും കോഹ്ലിയുടെ കുറ്റകൃത്യങ്ങൾ കണ്ടതായി പറയുന്നില്ല. ഈ കൊലപാതകങ്ങൾ വീടിനുള്ളിൽ പകൽ സമയങ്ങളിലാണ് നടത്തിയതെന്നും കോഹ്ലി പറയുന്നുണ്ട്.
D5-യിൽ അകത്തും പുറത്തുമുള്ള ഒരാൾ പോലും അറിയാതെ 16 കൊലപാതകങ്ങൾ നടന്നത് ശരിക്കും സംശയാസ്പദമാണ്. അതേപോലെ തന്നെ കൊലപാതകം നടത്തി ശരീരം മുറിച്ച് കഷ്ണങ്ങളാക്കിയതിന്റെ രക്തക്കറകളോ പാടുകളോ ഒന്നും തന്നെ ആ വീട്ടിൽ നിന്ന് ഫോറൻസിക് അനാലിസിസ് നടത്തിയ ടീമിന് ലഭിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള കേസുകളിൽ ഇത് വളരെ റെയറാണ്. പോലീസിന് ലഭിച്ച ശരീരാവശിഷ്ടങ്ങളിൽ നടത്തിയ DNA പരിശോധനയിൽ കുട്ടികൾ നഷ്ടപ്പെട്ട 8 രക്ഷിതാക്കളുടെ DNA ആയി മാത്രമേ മാച്ചിങ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി വരുന്ന 7 അസ്ഥികൂടങ്ങൾ ആരുടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ 7 കുട്ടികൾ ആരുടേതാണ്? ഇവരുടെ അസ്ഥികൂടം അവിടെ എത്തിയത് എങ്ങനെയാണ്? 2006 ഡിസംബർ 29-നാണ് കോഹ്ലിയെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറയുന്നത്. എന്നാൽ ഇത് നുണയാണെന്നും ഡിസംബർ 27, 2006-ൽ താൻ പന്തേറിന്റെ കാറിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണെന്നും കോഹ്ലി പറയുന്നുണ്ട്. 2 ദിവസം തന്നെ ക്രൂരമായി മർദ്ദിച്ച് തന്റെ മൊഴി കൃത്രിമമായി രേഖപ്പെടുത്തിയതാണെന്നാണ് കോഹ്ലിയുടെ വാദം. തുടർന്ന് CBI കസ്റ്റഡിയിലും മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പറയേണ്ട മൊഴി മർദ്ദനത്തിലൂടെ തന്നെ പഠിപ്പിച്ചതാണെന്നാണ് കോഹ്ലി പറയുന്നത്. കോഹ്ലിയുടെ ഭാര്യയും കുട്ടികളും CBI കസ്റ്റഡിയിലാണെന്നും മൊഴി മാറ്റി പറഞ്ഞാൽ കലിയേറി നിൽക്കുന്ന ജനക്കൂട്ടങ്ങൾക്ക് കൊല്ലാൻ ഇവരെ വിട്ടു നൽകുമെന്നും CBI പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നാണ് കോഹ്ലി പറയുന്നത്. CBI ഒരുപാട് വെള്ള പേപ്പറുകളിലും തന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് കോഹ്ലി പറയുന്നു. പന്തേറിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു ബലിമൃഗം മാത്രമാണ് താനെന്നാണ് കോഹ്ലിയുടെ വാദം. പന്തേറിന് മുകളിലുള്ള പല ധനികർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഈ കേസിൽ പങ്കുണ്ടെന്നുമാണ് കോഹ്ലി പറയുന്നത്. ഈ കേസിൽ തള്ളിക്കളയാൻ പറ്റാത്തൊരു സാധ്യത ഓർഗൻ ട്രാഫിക്കിങ്ങിൻ്റെയാണ്. D5-യുടെ തൊട്ടടുത്ത വീടായ D6 ഒരു ഡോക്ടറുടെ വീടാണ്. മുമ്പ് ഓർഗൻ ട്രാഫിക്കിംഗ് കേസിൽ അകപ്പെട്ട ഒരു ഡോക്ടർ കൂടിയായിരുന്നു ഇയാൾക്ക് ഈ കേസിൽ പങ്കുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കാൻ പോലീസ് ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ കൊലപാതകങ്ങൾക്ക് പുറകിൽ കുട്ടികളെ കടത്തി അവരുടെ അവയവങ്ങൾ മോഷ്ടിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരടക്കം അടങ്ങുന്ന ഒരു വലിയ മാഫിയ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പല മീഡിയകളും പറയുന്നത്. ഇത് വിശദമായി തന്നെ അന്വേഷിക്കണമെന്ന് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രസ്താവന ഇറക്കിയിട്ട് പോലും CBI നിശബ്ദരായത് എന്തുകൊണ്ടാണ്? വാർത്തയുടെ ചൂടടങ്ങിയപ്പോൾ മെല്ലെ മീഡിയയും നിഠാരി കില്ലിങ്സിൽ നിന്ന് പിൻവാങ്ങി. ജനങ്ങൾ അവരുടെ ജീവിതവുമായി മുമ്പോട്ട് പോയി. മുനീന്ദർ സിംഗ് പന്തേർ എന്ന ധനികനായ ബിസിനസ്മാൻ നേരത്തെ തന്നെ ജാമ്യത്തിൽ പുറത്തിറങ്ങി. 2009-ന് ശേഷം പൂർണ്ണമായി കുറ്റവിമുക്തനാക്കി ഇയാളെ കോടതി വിട്ടയച്ചു. 2014-ലും 2017-ലും ഇയാൾക്കെതിരെ വീണ്ടും ഈ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും അന്തിമവിധി എപ്പോഴും പന്തേറിന് അനുകൂലമായിരുന്നു. കോഹ്ലിയുടെ വധശിക്ഷ ദയാഹർജികളിലൂടെ തള്ളി അവസാനം ഒക്ടോബർ 2023-ൽ അലഹബാദ് ഹൈക്കോടതി ഒരു അന്തിമ വിധി വിധിച്ചിട്ടുണ്ട്. തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തനാക്കി കോഹ്ലിയെയും വിട്ടയക്കുകയാണ് കോടതി ചെയ്തത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച തെളിവുകളിലെ വൈരുദ്ധ്യങ്ങളും കൃത്രിമ മൊഴിയുമൊക്കെയാണ് വിധി ന്യായീകരിക്കാൻ കോടതി പറയുന്നത്. കേസിന്റെ തുടക്കം തൊട്ട് എവിഡൻസ് ഹാൻഡിൽ ചെയ്യുന്നതിൽ CBIക്കും പോലീസിനും തെറ്റുപറ്റിയിട്ടുണ്ടെന്നും കോടതി പറയുന്നുണ്ട്. ഈ കോടതി വിധിയുടെ പബ്ലിക് ഡോക്യുമെന്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. കോടതി വിധി പ്രകാരം പന്തേറും കോഹ്ലിയും കുറ്റവിമുക്തരാണെങ്കിൽ ആരാണ് ശരിക്കും യഥാർത്ഥ കുറ്റവാളി? പോലീസിന്റെയും ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെയും വാളോ ഷെയിമിൽ ഒരു ചോദ്യചിഹ്നമായി ചുരുളഴിയാത്ത രഹസ്യങ്ങളിലൊന്നായി നിഠാരി കൊലപാതകങ്ങൾ തുടർന്ന് നിലനിന്നു പോകും. ഇങ്ങനെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള 100 കേസുകളിൽ ഒരു ഉദാഹരണം മാത്രമാണ് നിഠാരി കൊലപാതകങ്ങൾ.